എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാ പഴയ ഇതുപോലുള്ളൊരു കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ചാർട്ട് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണം. അപ്പോൾ ഇത് ഈ വൈറ്റ് പ്ലേസ് ഇങ്ങനെ ചുമ്മാ കിടക്കുന്ന കണ്ടപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അതും വെച്ച് ചെയ്യാം എന്നുള്ള പ്ലാനിലാണ്. അപ്പോഴാണ് നമുക്കെന്താ പിന്നെ റെസ്പോൺസിബിലിറ്റി ചാർട്ട് ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന മക്കളുണ്ടാവില്ലേ, നമ്മളിങ്ങനെ എപ്പോഴും പുറകെ നടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് ചെയ്യും മക്കളെ, ഇത് ചെയ്യും മക്കളെ എന്ന്. അങ്ങനെയുള്ള മക്കളെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഈ ഒരു റെസ്പോൺസിബിലിറ്റി ചാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ചെറിയ മക്കൾക്കൊക്കെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് മറന്നു പോകാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. അപ്പോൾ ഇതിവിടെ വേണമെങ്കിൽ ഡിസൈനൊക്കെ കൊടുക്കാം. നല്ല എന്താ പറയുക, വരയ്ക്കാനൊക്കെ അറിയുന്ന പേരൻസ് ആകുമ്പോൾ നന്നായിട്ട് വരച്ചൊക്കെ ചെയ്യാം. എനിക്ക് അത്രയ്ക്ക് വരയ്ക്കാനൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് റെസ്പോൺസിബിലിറ്റി ചാർട്ട് നിന്ന് എഴുതി കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കോളം നമ്മൾ ചെയ്യുന്നത് പേരെഴുതാനുള്ളൊരു കോളമാണ്. പേരെഴുതാനുള്ള കോളം ഞാൻ ഇച്ചിരി നീട്ടി വരച്ചിട്ടുണ്ട്, കാരണം എനിക്ക് 2 പേരുടെയും പേരെഴുതണം. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരാൾക്ക് വേറെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് 2 പേരുടെയും പേര് ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരുമിച്ചാണ്, അപ്പോൾ പിന്നെ സെപ്പറേറ്റ് ആക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ ഇതുപോലെ എഴുതി കൊടുത്താൽ വായിക്കാൻ അറിയില്ലാത്ത മക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുഞ്ഞു പിക്ചർ ഒട്ടിക്കുക അല്ലെങ്കിൽ പിക്ചർ വരയ്ക്കുക എന്തെങ്കിലും ചെയ്യാം. അതിപ്പം നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഞാനൊരു ഐഡിയ അങ്ങനെ തരുന്നേ ഉള്ളൂ. അങ്ങനെ നെയിം എഴുതാനുള്ള കോളത്തിൽ ഞാൻ ഡോട്ടായിട്ട് നമ്മൾ ഒരു ഇത് വരച്ചു കൊടുക്കുന്നുണ്ട്, ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എന്നിട്ട് കുഞ്ഞ് സൂര്യൻ്റെ പടം വരയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സൂര്യനാണോ ഇനി പൂവാണോ എന്നറിയത്തില്ല, ഞാൻ വരച്ചു വന്നത്. ഇതിപ്പോൾ സൂര്യനാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അതായത് മോർണിംഗിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ചെയ്ത് വന്നപ്പോൾ പൂവായിപ്പോയെന്ന് തോന്നുന്നു. എന്താണെങ്കിലും വേണ്ടില്ല. അപ്പോൾ ഒരു പിക്ചർ വരയ്ക്കുക. ഒരു പിക്ചർ കുറച്ചധികം കളർഫുൾ ആക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിപ്പം നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് എഴുതി കൊടുക്കാനുള്ള ആ ഒരു കോളം, അതിനുശേഷം 7 കോളങ്ങൾ വേറെ. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കി കൊടുക്കാം. വേണമെങ്കിൽ റൗണ്ടോ അല്ലെങ്കിൽ സ്ക്വയറോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ചെയ്ത് കൊടുത്തതെന്നുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ബ്രഷ് പെൻ വെച്ചിട്ട് നമ്മുടെ ഈ 7 കോളങ്ങളും ഇതേപോലെ തന്നെ കളർ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് അതിനകത്ത് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്നൊക്കെ എഴുതി കൊടുക്കാനുള്ളതാണ്. അതിൽ ഫുള്ളും എഴുതാൻ തികയില്ല, അപ്പോൾ നമ്മൾ ഓരോരോ അക്ഷരങ്ങളായിട്ട് അങ്ങനെ എഴുതി കൊടുക്കും. ഇനിയിപ്പോൾ അത് റെസ്പോൺസിബിലിറ്റീസ് എഴുതാനുള്ളൊരു കോളമാണത്. ആ കോളത്തിൽ നമ്മൾ ബ്ലൂ കളറാണ് കൊടുത്തത്. ബാക്കിയുള്ള കോളങ്ങളിലൊക്കെ നമ്മൾ അക്ഷരങ്ങളിലൊക്കെ റെപ്രസെൻറ്റേറ്റീവ്സ്മാരെ നിർത്തുവാണ്. ഇപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് എഴുതി കൊടുത്തു. അതിന് ശേഷം നമ്മളിതാ ഇത്രയും കോളങ്ങൾ ആദ്യം തന്നെ പെൻസിൽ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കൈ വെച്ച് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുകയാണ് കേട്ടോ. കൈ വെച്ചല്ലോ, സ്കെച്ച് വെച്ച്. ഓക്കെ, അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ 7 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. 7 റെസ്പോൺസിബിലിറ്റീസാണ് അവർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുത്തൊന്ന് അടിപൊളിയാക്കാം. ഇനിയിപ്പോൾ കളർ കൊടുത്തില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ പിള്ളേർക്ക് ഇതുപോലെ കളർഫുൾ ഐറ്റംസ് കാണുമ്പോൾ അവരൊന്ന് ശ്രദ്ധിക്കുകയും ചെയ്യും, അതുപോലെ അവരൊന്ന് ചെയ്യാൻ ട്രൈ ചെയ്യും എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി കൊടുക്കുകയാണ്. മേക്ക് യുവർ ബെഡ്, അതുപോലെ തന്നെ ബ്രഷ് യുവർ ടീത്ത്, ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഗെറ്റ് റെഡി, ബാക്ക് പാക്ക്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ രാവിലെ വേഗം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 7 ബോക്സ് പോലെ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ മേളിൽ, അതിൻ്റെ താഴെയായിട്ട് 7 ബോക്സ് വീതം ഓരോന്നിനും വരച്ചു കൊടുക്കുകയാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ടിക്കിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സംഗതി ഇവിടെ കുഞ്ഞു പിള്ളേർക്കൊന്നും വായിക്കാൻ അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കുഞ്ഞു പിക്ചറുകളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താമെന്നുള്ളൂ. അപ്പോൾ അവർക്ക് വേഗം തന്നെ മനസ്സിലാവുകയും ചെയ്യും. പിന്നെ ടിക്കോ അല്ലെങ്കിൽ സ്റ്റാറോ ഒക്കെ നമ്മൾ ഈ കോളത്തിനകത്ത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് അവർക്ക് ഭയങ്കര സന്തോഷമാവുകയും ചെയ്യും. പിന്നെ ഈ ടിക്ക് മാർക്ക് മായ്ച്ച് കളയണമെന്നില്ലല്ലോ, അതവിടെ കിടന്നോട്ടെ അല്ലേ, 5-6 ദിവസത്തേക്ക് അതവിടെ കിടന്നോട്ടെ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവർക്കത് ചെയ്തു എന്നുള്ളൊരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോത്സാഹനമൊക്കെ കൊടുക്കാം. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ചോക്ലേറ്റോ ഒരു മിഠായിയോ അല്ലെങ്കിൽ ഒരു പെൻസിലോ ഒക്കെ അവർക്ക് കൊടുക്കാമല്ലോ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പിള്ളേർ കുറച്ചും കൂടി ആ ഒരു റുട്ടീനിലേക്ക് വരും. അങ്ങനെ ഒരു 10-21 ദിവസം ഒരു കാര്യം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അത് പറ്റും, അത് ഹാബിറ്റായി മാറും എന്നാണ് പറയുന്നത്. നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹാബിറ്റൊക്കെ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ നമ്മുടെ മക്കൾക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനല്ലേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇതുപോലെയാണ് ഇത് റെഡിയാക്കി കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അത് മായ്ച്ചിട്ടൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ തിന്നായിട്ടുള്ള നമ്മുടെ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് കിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ, അതിങ്ങനെ സ്റ്റാപ്പിൾ ചെയ്ത് വെച്ചാലും മതി കേട്ടോ. ഞാൻ അങ്ങനെ സ്റ്റാപ്ലർ അടിക്കാൻ വേണ്ടി നോക്കി, പക്ഷേ എൻ്റെ സ്റ്റാപ്ലറിൻ്റെ പിന്ന് കാണാണ്ട് പോയത് കൊണ്ടാണ് ഞാൻ അടിക്കാത്തത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഈ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കിട്ടില്ലേ, തുണിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ, അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ
ഇങ്ങനെ നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ചാർട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം.